വയനാട് ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വീടുകളിൽ വിള്ളൽ കണ്ടെത്തി. ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന 178 വീടുകളിൽ ഉൾപ്പെട്ട 2 വീടുകളിലാണ് വിള്ളൽ കണ്ടത്. ഫേസ് 1-ലെ 7, 8 നമ്പർ വീടുകളിലാണ് ഇങ്ങനെ കണ്ടത്. വിവരങ്ങളുമായി ലിൻഡോ ചേരുന്നു. ലിൻഡോ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, വയനാട് ടൗൺഷിപ്പിലെ ആദ്യഘട്ട കൈമാറ്റം ചെയ്യപ്പെടുന്ന വീടുകളിലെ 178 വീടുകൾ ഉൾപ്പെടുന്ന 2 വീടുകളിലാണ് ഇപ്പോൾ മെയിൻ കോൺക്രീറ്റ് സ്ലാബിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ടൗൺഷിപ്പിലെ ഫേസ് 1-ലെ 7, 8 നമ്പർ വീടുകളിലാണ് ഈ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അധികൃതർ ആ വിള്ളൽ കണ്ടെത്തിയ ഭാഗം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഈ വിള്ളൽ കണ്ടെത്തിയ വീടുടമസ്ഥനായിട്ടുള്ള നൗഫൽ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത് നോക്കാം. എന്താണ് തോന്നുന്നത്? ആശങ്കപ്പെടുന്നുണ്ടോ? ഒരു വിഷമമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്ര അധികം വിള്ളൽ വരുമ്പോൾ ഒരു സ്ലാബിൽ ഡൈനിങ് ഹാളിലാണ് ഈ വിള്ളൽ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരോട് പറഞ്ഞിരുന്നോ? അവരെന്തെങ്കിലും? അവർക്ക് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരിത് മൊത്തം ക്ലിയർ ആക്കി തരുമെന്നാണ് അവർ പറഞ്ഞത്. കൃത്യമായിട്ട് പരിഹരിച്ച് നൽകാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. അതൊന്ന് ഉറപ്പ് തന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കൽ അധികൃതർ ഇന്ന് രാവിലെ ഈ 2 വീടുകൾ സന്ദർശിക്കുകയും ഈ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ടുള്ള അരുൺ ബാബു പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പെശകുകൾ സംഭവിക്കുന്നതാണ്. എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹരിച്ചതിന് ശേഷം ഏറ്റവും നല്ല രീതിയിൽ മാത്രമേ ഈ വീടുകൾ ദുരന്തബാധിതർക്ക് കൈമാറുള്ളൂ എന്നും അത്തരത്തിൽ വലിയ ആശങ്കകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടതില്ലെന്നുമാണ് ഊരാളുങ്കൽ അധികൃതർ അറിയിച്ചത്. സനീഷ്, ശരി, നന്ദി ലിൻഡോ വിവരങ്ങൾക്ക്.